السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. لا حي على لا حول ولا قوة إلا بالله العلي العظيم. حي على الفلاح. حي على لا حول ولا قوة. الله أكبر. الله أكبر. الله أكبر. لا إله إلا الله. لا إله إلا الله. اللهم صل على محمد رب هذه الدعوة التامة والصلاة القائمة محمدا الوسيلة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെടാനും ഈ മജ്ലിസിൽ പങ്കെടുക്കാനും സാധിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ വേദിയിലേക്ക് വന്നു നിന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ഉള്ളാളത്തൊക്കെ ദീർഘകാലം ദർസ് നടത്തിയ സയ്യിദ് അവറുകൾ ഈ വേദിയിലെത്തി. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അല്ലാഹു വലിയ സന്തോഷങ്ങൾ നൽകട്ടെ, ആമീൻ. അവരുടെയൊക്കെ ഉപ്പാപ്പമാരുടെ ബറക്കത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് അല്ലാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. അവരുടെയും അവരുടെ ഉപ്പാപ്പമാരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കിട്ടണം. അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ സമയമാണ് മുമ്പിലുള്ളത്. തങ്ങൾ ഉസ്താദ് പറഞ്ഞത് 1 മണിക്കൂർ കൃത്യം പ്രസംഗിക്കുക എന്നതാണ്. അപ്പോൾ 8:20 ഇൻഷാ അല്ലാഹ് പ്രസംഗം അവസാനിപ്പിക്കും. ഞാൻ പൊതുവെ സമയം പറഞ്ഞാൽ പിന്നെ അത് തെറ്റിക്കാറില്ല. കൃത്യസമയത്ത് അത് അവസാനിപ്പിക്കും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ വിശുദ്ധ ഖുർആന്റെ ഖിദ്മകളാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷമുണ്ടായി. കഴിഞ്ഞ 25 വർഷങ്ങളായി വിശുദ്ധ ഖുർആന്റെ ചെറിയ ഒരു ഖാദിം എന്ന നിലയിൽ സാധാരണക്കാർക്ക് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ദർസ് രംഗത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം സാധാരണക്കാർക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന മജ്ലിസ്, ഖുർആന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ദീനീ വേദികൾ, ദർസ്, എല്ലാ സംവിധാനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാം ഖബൂലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അത് സംബന്ധമായി തന്നെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ബാധ്യതകളെക്കുറിച്ച് സംസാരിക്കാം എന്ന് ഞാൻ സയ്യിദ് അവറുകളോട് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം രേഖപ്പെടുത്തി. എന്നാൽ അങ്ങനെ ആവട്ടെ. ഞാനത് ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 129 ആയത്താണ് നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. ആ ആയത്തിലൂടെ, ഈ 129 ആയത്തിലൂടെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ആശയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ ഉമ്മത്തിൽ ഉണ്ടാക്കിയ വിപ്ലവം, 3 വിപ്ലവങ്ങളാണ് സത്യത്തിൽ ആയത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ പുനർനിർമ്മാണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ദുആ ചെയ്തു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലം മിൻ അൻഫുസിഹിം മിൻഹും റസൂലം മിൻഹും
റബ്ബന വബ്അസ് ഫീഹിം റസൂലം മിൻഹും. മക്ക അതൊരു നാടാവണം, അവിടെ സമാധാനം പുലരണം. അതിനുവേണ്ടിയൊക്കെ ദുആ ചെയ്തു. കഅബയുടെ നിർമ്മാണം അല്ലാഹു സ്വീകരിക്കണം. അതോടൊപ്പം ദുആ ചെയ്യാണ്, പടച്ചോനെ ഈ മക്ക നാടായി ഈ പുണ്യമക്കയിൽ ആൾതാമസം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യരെ നന്നാക്കാനായിട്ട് ഈ മക്കക്കാരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ യാ അല്ലാഹ് നീ ഇവർക്ക് പറഞ്ഞയച്ചു കൊടുക്കണം. റബ്ബന വബ്അസ് ഫീഹിം റസൂലം മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു റസൂലിനെ അവരിലേക്ക് പറഞ്ഞയക്കണം. ആ റസൂൽ തീർക്കുന്ന വിപ്ലവങ്ങൾ എന്തായിരിക്കും? 3 വിപ്ലവങ്ങൾ ആ റസൂൽ തീർക്കണം. യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. ഈ 3 കാര്യങ്ങളാണ് റസൂൽ തീർക്കേണ്ട വിപ്ലവം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന ദഅവത്തു അബീ ഇബ്രാഹിം, ഞാൻ എൻ്റെ പൊന്നുപ്പ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പുലർച്ചയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എൻ്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതിന്റെ പുലർച്ചയാണ് എൻ്റെ നുബൂവത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടത് ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നതിന്റെ ഉത്തരമാണ്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്? 1, യത്ലു അലൈഹിം ആയാതിക, പടച്ചവനെ നിന്റെ അത്ഭുതകരമായ വചനങ്ങൾ, നിന്റെ ഈ പൊള്ളുന്ന വചനങ്ങള് ഈ ഉമ്മത്തിന് ആ റസൂൽ ഓതിക്കൊടുക്കണം. യത്ലു അലൈഹിം ആയാതിക. 1ാം സ്റ്റെപ്പ് അവരെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക എന്നതാണ്. യത്ലു അലൈഹിം ആയാതിക. 2, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വൽ ഹിക്മ, അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ തിരുസുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർക്കേണ്ട വിപ്ലവം. 2ാമത്തേത് തഅലീമാണ്, പഠിപ്പിക്കുക, ഖുർആന്റെ ആശയ പഠനം. ഞാനത് 3ഉം കൂടെ ചുരുക്കി പറഞ്ഞു തരാം. 3ാമത് പറഞ്ഞു വയുസക്കീഹിം, ഖുർആൻ പാരായണ രീതി ശാസ്ത്രപ്രകാരം തജ്വീദ് നിയമപ്രകാരം ഓതാൻ പഠിപ്പിക്കുക, ഓതിക്കൊടുക്കുക. അത് പരിശീലിപ്പിച്ചതിന് ശേഷം അതിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുക. അതിനുശേഷം വയുസക്കീഹിം, ആ ആശയങ്ങൾക്കനുസൃതമായ ജീവിതം നയിച്ച് അവരെ കൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്ത് അവരെ സംസ്കരിച്ചെടുക്കുക. വയുസക്കീഹിം, തസ്കിയത്ത്. അപ്പോൾ 3 കാര്യങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് നേടിയെടുത്ത വിപ്ലവം. എന്താണത് എന്ന് ചോദിച്ചാൽ, 1 തിലാവത്തുൽ ഖുർആൻ, 2 ദിറാസത്തുൽ ഖുർആൻ, 3 ഇമാമത്തുൽ ഖുർആൻ. 3 കാര്യങ്ങളാണ്. 1ാമത്തേത് ഖുർആൻ പാരായണമാണ്. 2ാമത്തേത് ഖുർആൻ പഠനമാണ്, ആശയ പഠനം. 3ാമത്തേത് ഇമാമത്തുൽ ഖുർആൻ, ഖുർആന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അൽ ഖുർആനു ഇമാമി എന്ന് പറയാൻ പറ്റുന്ന ജീവിതം ജീവിക്കാം. എന്റെ ലീഡർ ഖുർആനാണ്, എന്നെ നയിക്കുന്നത് ഖുർആനാണ്. ലീഡർഷിപ്പ് ഖുർആന് വിട്ടുകൊടുക്കുക. ലീഡർഷിപ്പ് ഖുർആന് വിട്ടുകൊടുത്താൽ പിന്നെ പലിശന്റെ ആളാവൂല. ലീഡർഷിപ്പ് ഖുർആന് വിട്ടുകൊടുത്താൽ പിന്നെ മദ്യപിക്കൂല, പിന്നീട് വ്യഭിചരിക്കൂല, പിന്നെ കുടുംബ ബന്ധം മുറിക്കൂല, ഒരു നല്ല മനുഷ്യനായി ജീവിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനോടൊപ്പം തീർക്കേണ്ട വിപ്ലവങ്ങൾ. അത് നമ്മളും ചെയ്യേണ്ടത് അതാണ്. മുത്തുനബിയുടെ പേരക്കുട്ടി എന്ന നിലയിൽ
ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളും ആ 3 ദൗത്യങ്ങൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ഒപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തേത് യത്ലു അലൈഹിം ആയാതിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യനെ ഉന്നത ബോധത്തിലേക്ക് നയിക്കാൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നു. ഏറ്റവും വലിയ അനുഗ്രഹമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സത്യത്തില് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ അക്ബറു നിഅമ വ അക്ബറു റഹ്മ വ അഅ്ളമു നിഅമ. ഖുർആൻ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ നിഅമത്താണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ ഹെഡ്ലൈൻ ഈ ഇരിക്കുന്നവരോട് ആരോട് ചോദിച്ചാലും ഖുർആന്റെ ഹെഡ്ലൈൻ ഏതാന്ന് ചോദിച്ചാൽ, തലവാചകം ഏതാന്ന് ചോദിച്ചാൽ അതിനെന്താ ഉത്തരം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? എല്ലാ അധ്യായങ്ങളിലും അത് വരികയാണ്. വിശുദ്ധ ഖുർആന്റെ ഒരു തലവാചകമായി പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റഹ്മാനിയത്തിന്റെ റഹീമിയത്തിന്റെ പ്രകാശനം അള്ളാഹു ഭംഗിയായി നിർവഹിച്ച ഒരധ്യായമുണ്ട്. ആ അധ്യായത്തെ വേണമെങ്കിൽ സൗകര്യത്തിന് നമുക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴ എന്ന് വിശേഷിപ്പിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സൂറത്തിനെ അറൂസുൽ ഖുർആൻ എന്ന് വിളിച്ചു. ഖുർആന്റെ മണവാളൻ അല്ലെങ്കിൽ മണവാട്ടി എന്ന് വിളിച്ചു. അത്രയും സൗന്ദര്യമാണ് ആ സൂറത്ത്, സുന്ദരമാണ് ആ സൂറത്ത്. സൂറത്തുർ റഹ്മാനാണത്. ആ റഹ്മാൻ എന്ന സൂറത്തുർ റഹ്മാനില് അള്ളാഹു അവന്റെ റഹ്മാനിയത്ത് ഇങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്. അള്ളാഹു എങ്ങനെയാണ് കരുണക്കടലായത് എന്ന് 1 by 1 ആയി ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അതില് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശം പടച്ചത് ചർച്ചയുണ്ട്, ഭൂമി പടച്ചത് ചർച്ചയുണ്ട്, ആകാശ ഭൂമികൾക്കിടയിലുള്ള സന്തുലിതാവസ്ഥ അത് ചർച്ചയുണ്ട്, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളെ കുറിച്ച് ചർച്ചയുണ്ട്. ഇവിടെ മനുഷ്യനും നാൽക്കാലികൾക്കും അതുപോലെ തന്നെ മറ്റു ജന്തുജാലങ്ങൾക്കുമെല്ലാം കഴിക്കാനുള്ള ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിയ ചർച്ചയുണ്ട്. ഭൂമിയിൽ എപ്പോഴാണോ ജനസംഖ്യ വർദ്ധിക്കുന്നത് അതിനനുസരിച്ച് ഒരു വിഭാഗത്തെ മരിപ്പിച്ചു കളയുന്ന ചർച്ചയുണ്ട്, മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരുന്ന ചർച്ചയുണ്ട്. അവസാനം എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് ഈ ഭൂമിയിൽ നിർത്തേണ്ട ഘട്ടം വരുമ്പോൾ എല്ലാ ജനറേഷനുകളും ഒരുമിച്ച് നിൽക്കണമല്ലോ. മഹ്ശറിൽ ഒരുമിച്ച് നിൽക്കേണ്ടത്. ഇവിടെ ജീവിക്കുന്നത് വ്യത്യസ്ത തലമുറകളായിട്ടാണ്, പക്ഷെ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ആ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഒരുമിച്ച് നിൽക്കേണ്ടി വരുമ്പം ഭൂമി ഉള്ളതിലേറെ നീട്ടി വികസിപ്പിക്കേണ്ടി വരും. അവിടെയാണ് ഇദൽ അർദു മുദ്ദത്ത്, ഭൂമി നീട്ടി പരത്തിയാൽ. കാരണം എല്ലാ ജനറേഷനുകൾക്കും ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് നിൽക്കാൻ പറ്റണം. അപ്പൊ അതിന് പറ്റാവുന്ന രൂപത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചർച്ചകളൊക്കെ അതിന്റെയൊക്കെ മറ്റു വേർഷനുകളിലൂടെ ഈ ചർച്ചകളൊക്കെ സൂറത്തുർ റഹ്മാൻ നടത്തിയിട്ടുണ്ട്. എങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ റഹ്മാനിയത്ത് ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തുകയും എന്നിട്ട് മനുഷ്യനോട്, ഓ മനുഷ്യ, ജിന്നുവർഗത്തോട്, ഇൻസുവർഗത്തോട്, മനുഷ്യഭൂതവർഗത്തോട് ഞാൻ ഇപ്പറഞ്ഞ ഏതനുഗ്രഹത്തെയാണ് ഓ മനുഷ്യ നിനക്ക് കളവാക്കാൻ തന്റെ ഇടമുള്ളത്, നിഷേധിച്ചു തള്ളാൻ പറ്റുന്നത് എന്ന് അള്ളാഹു ചോദിക്കാം. അതിന് ചങ്കുറപ്പുള്ള ഒരനുഗ്രഹത്തെ പറ്റിയെങ്കിലും ഒരു അഭിപ്രായം പറയൂ നീ. ഇത് ഞാൻ അംഗീകരിക്കൂല, ഇത് എന്റെ സ്വന്തം വകയാണ്, ഇത് പടച്ചോന്റെതല്ല എന്ന് പറയാൻ പറ്റിയ ഏതെങ്കിലും ഒന്നുണ്ടോ? എന്നിങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക.
31 തവണ, ഒന്നും രണ്ടു തവണയല്ല. അള്ളാഹു ഈ അവതരിപ്പിച്ച ഏതനുഗ്രഹങ്ങളാവട്ടെ, ഈ അനുഗ്രഹങ്ങളിൽ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിച്ചു തള്ളാൻ ചങ്കുറപ്പുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ചോദിച്ച് ഉത്തരം മുട്ടിക്കുക. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞ അനുഗ്രഹങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഒരു യുക്തിവാദിക്ക് പോലും അത് അള്ളാഹു അല്ല എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാ പറയണത്. അത് സൂറത്തുർ റഹ്മാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പറയേണ്ടത്. ഞാൻ ഇപ്പം അങ്ങോട്ടല്ല പോകുന്നത്. എൻ്റെ വിഷയം എന്താ വെച്ചാൽ, സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു മനുഷ്യനെ പഠിച്ചത് പറയുന്നുണ്ട്, ആകാശം പഠിച്ചത് പറയുന്നുണ്ട്, ഭൂമി പഠിച്ചത് പറയുന്നുണ്ട്. ഈ ആകാശഭൂമികളുടെ ഇടയിലുള്ള ബാലൻസ് കീപ്പിംഗ് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും അള്ളാഹു ആദ്യം പറഞ്ഞ അനുഗ്രഹം അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു റഹ്മാനായത്. അള്ളാഹു കരുണക്കടലായ റബ്ബാകുന്നത് ആദ്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടാണ്. മനുഷ്യനെ ഉണ്ടാക്കിയിട്ടല്ലേ മനുഷ്യന് ഭാഷ പഠിപ്പിച്ചത്. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലേ? മനുഷ്യനുണ്ടാക്കി, ആ മനുഷ്യന് ഏത് ചെയ്തു, മിണ്ടിപ്പറയാം പഠിപ്പിച്ചു, ഭാഷ പഠിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ സത്യത്തിൽ ഖുർആൻ പഠിപ്പിച്ചത്. നമ്മൾ ഒരു വയസ്സായപ്പോഴേക്ക് സംസാരശേഷി തുടങ്ങി. പിന്നെ അങ്ങനെ വന്ന് 5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതല്ലേ. പിന്നെന്താ അല്ലാഹു തആല ആദ്യം തന്നെ അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞത്? ഇമാം അബൂ സഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം നസഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അവരൊക്കെ അവരുടെ തഫ്സീറിൽ പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ശേഷമാണ്, അവന് ഭാഷ പഠിപ്പിച്ചതിന്റെ ശേഷമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷെ അള്ളാഹു ആ തർത്തീബ് തെറ്റിച്ച് സംസാരിച്ചത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ആദ്യം പറഞ്ഞത് ഒരു വലിയ പാഠം മനുഷ്യനെ പഠിപ്പിക്കാനാണ്. റഹ്മാനായ റബ്ബ് നിന്നെ പഠിച്ചത്, നിനക്ക് മിണ്ടാൻ പഠിപ്പിച്ചത്, ഭാഷ പഠിപ്പിച്ചത് ഒക്കെ അള്ളാഹുവിനൊരു പ്രഥമ ലക്ഷ്യമുണ്ട്. അതേതാണ്? തഅലീമുൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അള്ളാഹിന്റെ മുമ്പിൽ ആദ്യം ഉള്ളത് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും അവന് ഭാഷ പഠിപ്പിച്ചതും. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം ആ ഓർഡർ തെറ്റിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. സുബ്ഹാന മൻ ജല്ല ജലാലു. ആ ഖുർആന്റെ പാരായണമാണ് ഒന്നാമത്തെ ഘട്ടം. നമ്മൾ പറഞ്ഞല്ലോ, ആ പാരായണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സ്. അള്ളാഹു അത് പൂർവോപരി ഉയരത്തിലേക്ക് എത്തിച്ചു തരട്ടെ. ഒരു തവണ വായിച്ചു നോക്കി എവിടെയെങ്കിലും വൃത്തിയായിട്ട് അടച്ചു വെക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. പിന്നെന്താ ഖുർആൻ? ഖുർആൻ എന്ന പേര് തന്നെ അറിയിക്കുന്നത് നിരന്തരം പാരായണം ചെയ്യാനും നിരന്തരം വായിക്കുന്ന ഗ്രന്ഥത്തിനാ ഖുർആൻ എന്ന് പറയാ അറബിയിൽ. ഖുർആൻ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം നിരന്തര പാരായണത്തിന് വിധേയമാകുന്ന ഗ്രന്ഥം എന്നാണ്. അപ്പൊ നിരന്തരമായി പാരായണം ചെയ്യാനും ചിന്തിക്കാനും ആശയം പഠിച്ചത് ജീവിതത്തിൽ നടപ്പാക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള ദിവ്യ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഖുർആൻ പാരായണമാണ്. ഒന്നാമത്തേത് തിലാവത്തുൽ ഖുർആൻ. ഇതാണ് ആദ്യത്തെ ബാധ്യത എന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാം. 3 ഹെഡിങ്ങിനെ കുറിച്ചും അല്പാൽപ്പം സംസാരിച്ച് എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ തീർത്തു തരാം. വിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ. എന്റെ ഉമ്മത്ത് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് വിശുദ്ധ ഖുർആൻ പാരായണം. വിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ. ഓരോരുത്തർക്കും പറ്റാവുന്ന ലളിതമായ ഭാഗം നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യണം.
വിശുദ്ധ ഖുർആൻ പറഞ്ഞു, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഓതാൻ പറഞ്ഞു. എന്നാൽ ഇമാമിയങ്ങൾ പറയുന്നു അവിടെ മാത്രമല്ല, എപ്പോഴും ചെയ്യണം. അതുകൊണ്ടാണ് തിലാവത്തുൽ ഖുർആന് തെളിവായിട്ടും മഹാന്മാര് ഖുർആൻ എപ്പോഴും ഓതുന്നതിന് തെളിവായും ഇതേ ആയത്ത് തന്നെ പറഞ്ഞത് കാണാം. ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സത്യത്തിൽ ഖുർആൻ ഓതുക എന്നുള്ളത് സുന്നത്തായ കർമ്മമാണ്, അല്ലെ? നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ്, സകാത്ത് കൊടുക്കുക എന്നത് നിർബന്ധമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിക്കുമ്പോൾ ആദ്യം പരാമർശിച്ചത് 3 പദ്ധതികൾ നടപ്പിലാക്കുന്നവർക്ക്. അവർക്ക് ജീവിതം ഒരു കച്ചവടമാണല്ലോ. എല്ലാവർക്കും ജീവിത കച്ചവടം ഒരിക്കലും പരാജയത്തിൽ കലാശിക്കൂല. ആ ജീവിത കച്ചവടം തീർത്തും ലാഭകരമായിരിക്കും. ജീവിതമെന്ന കച്ചവടം ലാഭമാണോ നഷ്ടമാണോ എന്ന് തിരിച്ചറിയുന്നത് യൗമുത് തഗാബുനിലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു തഗാബുനിൽ, യൗമുത് തഗാബുൻ, ലാഭനഷ്ടങ്ങളുടെ ദിനം. ആ ലാഭനഷ്ടങ്ങളുടെ ദിവസത്തിലാണ്, ഖിയാമത്ത് നാളിലാണ്. എന്റെ ജീവിതം 60 കൊല്ലത്തെ ജീവിതം, 70 കൊല്ലത്തെ ജീവിതം, 80 കൊല്ലത്തെ 90 കൊല്ലത്തെ ജീവിതം എനിക്ക് അത് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ? എന്റെ ജീവിതമെന്ന കച്ചവടം എന്ന് തിരിച്ചറിയണമെങ്കിൽ പുനരുത്ഥാനമുണ്ടാകണം. അന്നേ നമുക്കത് തിരിച്ചറിയാൻ പറ്റൂ. എന്നാൽ ഖുർആൻ പറയുന്നു ലാഭനഷ്ടങ്ങളുടെ ദിനത്തിൽ ഒരിക്കലും ജീവിത കച്ചവടം നഷ്ടമായി പോകാത്ത ഒരു കൂട്ടരുണ്ട്. ആരാ? സൂറത്തു ഫാത്തിറിന്റെ 29-30 വരികൾ, ആ ആയത്തുകളൊന്ന് പരിശോധിക്കുക. സമൃദ്ധമായ വചനങ്ങളാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാഹ്, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവർ, വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്നൊരൂടം അവർ ചിലവഴിക്കുകയും ചെയ്യും. സിർറം വ അലാനിയ, രഹസ്യമായും കൊടുക്കും പരസ്യമായും കൊടുക്കും. അത്തരം ആളുകൾ എന്താ പറഞ്ഞത്? ഖുർആൻ ഓതുക, നിസ്കരിക്കുക, കൊടുക്കേണ്ടത് കൊടുക്കുക, സദഖയും സക്കാത്തും ഒക്കെ. ഈ 3 കോളങ്ങൾ ഒരാള് ഫില്ല് ചെയ്താൽ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും യർജൂന തിജാറതൻ ലൻ തബൂർ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടത്തിൽ കലാശിക്കാത്ത കച്ചവടം അവന് പ്രതീക്ഷിച്ചുകൊള്ളാം. അത്തരം ആളുകൾക്ക് ജീവിത കച്ചവടം ഒരിക്കലും നഷ്ടാവൂല. പ്രതീക്ഷിക്കാം, ലാഭകരായിരിക്കും. ജീവിതത്തെ ഒരു കച്ചവടത്തോട് ഉപമിപ്പിക്കുക. നാളെ പരലോകത്തെത്തുമ്പം ജീവിത കച്ചവടം വിജയിച്ചവരുടെ, ലാഭിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും ഇവരുണ്ടാവുക. അവരർഹിക്കുന്ന കൂലി അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. പിന്നെ അള്ളാഹുവിന്റെ വകയും കൊടുക്കും. ഇന്നഹു ഗഫൂറുൻ ശക്കൂർ. അപ്പൊ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വല്ല അരുതായ്മകളൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിലോ, അരുതായ്മകളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കാൻ മാത്രം വിശാല മനസ്സുള്ളവനാണേ അല്ലാഹു. ഗഫൂറുൻ ശക്കൂറുൻ. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങളെ, പോരായ്മകൾ പരിഹരിച്ച് ഡബിൾ പ്രതിഫലം നൽകി അർഹിക്കുന്നതിൽ അപ്പുറം തന്ന് നന്ദിപൂർവം നിങ്ങളുടെ അധ്വാനങ്ങൾ സ്വീകരിക്കുന്നവനാ പടച്ചോൻ. ശക്കൂർ, ഗഫൂറുൻ ശക്കൂർ. ഈ റബ്ബിനെ മാറ്റിവെക്കാൻ എങ്ങനെ കഴിയും? നമുക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് നേടണമെങ്കിൽ ആദ്യത്തെ കോളേതാ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. സംഗതി നിസ്കാരം നിർബന്ധമാണ്, ഖുർആനോത്ത് സുന്നത്തേ ഉള്ളൂ. എന്നാലും അള്ളാഹ് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞേതാ? ഖുർആനോദനട്ടോ. അപ്പൊ അതുകൊണ്ട് പറയണം, ഇന്നത്തെ ഈ പ്രസംഗം കേട്ടതിന്റെ ശേഷം എല്ലാവരും ഖുർആൻ ഓതുന്നവരായിരിക്കും. എന്നാലും ആരെങ്കിലും ഒക്കെ ചെറുപ്പക്കാരെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പ്രായമുള്ളവരെ കൂട്ടത്തിൽ ഖുർആൻ ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങണം. ഒരു ജുസ് ഖുർആൻ എന്ന് ഓതുക എന്നുള്ള സിസ്റ്റം. ഒരു ജുസ് ഖുർആൻ ഓതാൻ വേണ്ടത് 1/2 മണിക്കൂറാണ്.
ഓതി തഴങ്ങിയവന്റെ കഥയാ പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് 3/4 മണിക്കൂർ വേണ്ടിയാണ്. ഒപ്പിച്ചെടുത്ത് ഇങ്ങനെ ഓതുന്നവർ, വേഗം വേഗം കാണുമ്പോഴേക്ക് ഓതാൻ കഴിയുന്നവർക്ക് തജ്വീദ് നിയമപ്രകാരം ഓതിയാൽ തന്നെ 1/2 മണിക്കൂർ കൊണ്ട് ഒരു ജുസ് ഓതാൻ പറ്റും. ഹാഫിളീങ്ങൾക്ക് അത് വീണ്ടും 20 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റും എന്നാ പറയുന്നത്. ഹാഫിളീങ്ങളാകുമ്പോൾ അവർക്ക് ഒന്നും കൂടെ സ്പീഡിൽ ഓതാൻ പറ്റും, നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് തന്നെ. അത് നമുക്കും മനസ്സിലാവും. കാരണം എന്തുകൊണ്ട്? യാസീൻ ഓതുന്ന ആ സ്പീഡിൽ, യാസീൻ നിയമപ്രകാരം ഓതുന്നതിനെ പറ്റിയാ പറഞ്ഞു കേട്ടോ. ഒരു വെള്ളം കയറിയ ഓത്തുണ്ട്, അതിനെ പറ്റിയല്ല. യാസീൻ ഒരു വെള്ളം കയറി ഓത്തുണ്ട് അറിയാം, ഒരു ലക്കും ലഗാനും ഇല്ലാതെ, അതിനെപ്പറ്റി ചർച്ചല്ല. മര്യാദക്ക് യാസീൻ ഓതിയാൽ തന്നെ യാസീന്റെ അത്ര ദൈർഘ്യമുള്ള മറ്റു സൂറത്തുകൾ തീരുന്നതിന് മുമ്പ് അത് തീരും. കാരണം യാസീൻ നമുക്ക് ഹിഫുദുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. ഹിഫുദുള്ളത് വേഗം ഓതാൻ പറ്റും, അത് കുറച്ചും കൂടെ സ്പീഡിൽ ഓതാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 1/2 മണിക്കൂർ അള്ളാഹുവിന്റെ കലാം ഓതാൻ വേണ്ടി മാറ്റിവെക്കുവോ സഹോദരങ്ങളെ? നിങ്ങളുടെ ജീവിത കച്ചവടം നിങ്ങൾക്ക് അള്ളാഹു ഒരിക്കലും പരാജയത്തിലാക്കൂല. ഉറപ്പങ്ങോട്ട് പറയാൻ പറ്റും. സൂറത്തു ഫാത്തിറ പറയുന്നു, യർജൂന തിജാറതൻ ലൻ തബൂർ. അള്ളാഹുവിന്റെ ഓഫറാത്, പടച്ചോൻ തരുന്ന ഓഫറാ. യർജൂന തിജാറതൻ ലൻ തബൂർ. ഈ ഓഫർ ലംഘിക്കപ്പെടൂല കൂട്ടുകാരെ. ഇനി അത് പറയുമ്പോ സ്വാഭാവികമായിട്ട് ചിലർക്ക് തോന്നും, എങ്ങനെ ഇപ്പൊ ഒരു ജുസ് ഒക്കെ ഓതുക? അത് പറ്റാത്തവർ 1/2 ജുസ് ഓദിക്കോ, അത് പറ്റാത്തവർ 1/4 ജുസ് ഓദിക്കോ. ഒരു കാര്യം ഞാൻ തീർത്തു പറയാണ്, ഇന്നത്തെ പ്രസംഗം കേട്ട ആണാവട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരാവട്ടെ, ആരാണെങ്കിലും ശരി, ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം, അത് എന്റെ ജീവിതത്തിലെ കരിദിനമാണെന്ന് പ്രഖ്യാപിക്കണം. ബ്ലാക്ക് ഡേ. അതെന്റെ ഫൈൻ ഡേ അല്ല, സുദിനമല്ല, നല്ല ദിവസമല്ല. അതെന്റെ കരിദിനമായി പ്രഖ്യാപിക്കാൻ കഴിയണം. ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്റെ ഡയറിയിൽ ഉണ്ടാവൂല എന്നുള്ള ഒരു നിർബന്ധം. ഒരു പേജെങ്കിലും ഖുർആൻ എന്നും ഓതണം. അത് ഞാൻ ആദ്യമായിട്ട് പറയാണ്. കാരണം ഖുർആൻ ഓതുന്നതിന് അത്രമേൽ മഹത്വമുണ്ട്. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അതൊരു കേവല വായനയല്ല. ഖുർആൻ പാരായണം പത്രപാരായണം പോലത്തെ ഒരു പാരായണം അല്ല ഖുർആൻ പാരായണം എന്ന് പറഞ്ഞു. ഇപ്പൊ പത്രപാരായണം, പത്രം ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചുണ്ടനങ്ങാതെ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ വായിക്കല്ലേ? അങ്ങനെ അധികം ആളുകളും പത്രം വായിക്കുക. അടുത്തുള്ളവരെയൊക്കെ ശല്യപ്പെടുത്തണം എന്നുള്ള പോലെ ഉറക്കെ വായിക്കുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇങ്ങനെ മനസ്സിരുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ണു ഓടിച്ചിട്ട് ഇങ്ങനെ വായിച്ചെടുക്കാം. പക്ഷെ ഖുർആൻ അങ്ങനെ ഓതിയാൽ മതിയോ? ഇല്ല. അത് തൊള്ളറന്ന് ഓതേണ്ട കേസാ. കുറെ ഉച്ചത്തിൽ വേണം എന്നല്ല പറയുള്ളൂ. ഉച്ചത്തിൽ ഖുർആൻ ഓതിയാൽ അടുത്തൊന്നും പിശാച്ചിന്റെ ശല്യവും കാര്യമൊന്നും ഉണ്ടാവില്ല. അത് വേറെ ഒരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ചുണ്ടനങ്ങാതെ അതിലേക്ക് ഇങ്ങനെ നോക്കി പത്രപാരായണം പോലെ അല്ല ഖുർആൻ ഓതേണ്ടത്. പത്രം വായിക്കുമ്പോൾ ശുദ്ധി വേണ്ട. ഖുർആൻ ഓതുമ്പോൾ ഒതോടുകൂടി ഓതലാണ് നല്ലത്. പത്രം തൊടാൻ ശുദ്ധി വേണ്ട. ഖുർആൻ തൊടണമെങ്കിൽ ശുദ്ധി ഉണ്ടായേ പറ്റൂ. നല്ല അദബ് കീപ്പ് ചെയ്യണം. അതിനോടൊരു വലിയ ബഹുമാനവും ശുദ്ധിയും ഭക്തിയും അടക്കവും എല്ലാം ഒത്തുമേളിച്ച ഒരാരാധനയാണ് തിലാവത്തുൽ ഖുർആൻ. തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുക എന്ന് പറയുന്ന പാരായണത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അങ്ങനെ ഓതുമ്പോൾ വിശുദ്ധ ഖുർആൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്രം ഒരക്ഷരം വായിച്ചാൽ 10 ഇരട്ടി പ്രതിഫലം കിട്ടൂല. ഖുർആൻ ഒരക്ഷരം ഓതിയാൽ 10 അക്ഷരം വായിച്ച കൂലിയാണ് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തരാന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആൻ മിസ്ലുൽ ലുതുറുൻസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഉപമ പറയുകയാണെങ്കിൽ, അവനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് മസലുൽ ഉതുറുൻസ, ഓറഞ്ച് പോലെയാണ്. റീഹുഹാ ത്വയ്യിബുൻ വതുഅമുഹാ ത്വയ്യിബ്. ഓറഞ്ച് ഇങ്ങനെ മണത്തു നോക്കിയാൽ നല്ല ഗുഡ് സ്മെല്ല് ഉണ്ടാവും, നല്ല നറുമണം ഉണ്ടാകും ഓറഞ്ചിന്.
നല്ല മണമായിരിക്കും, തിന്നാലോ നല്ല രുചിയുമുണ്ടാകും. എന്നതുപോലെയാണ് ഖുർആൻ ഓതുന്ന വിശ്വാസി, അവന്റെ ഉള്ളും പുറവും നല്ലവനാണ്. അവന് ആത്മീയതയുടെ മണമുണ്ട്, അവൻ ആത്മീയതയുടെ രുചിയുണ്ട്. വമസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത മുഅ്മിന് ഉള്ളിന്റെ ഉള്ളിൽ ഈമാനുണ്ട്, പക്ഷേ പുറമേക്കവൻ ഖുർആൻ പാരായണമില്ല. അതുകൊണ്ട് അവൻ കമസലി തംറതി, അവൻ കാരക്ക പോലെയാണ്. അവന്റെ ഉദാഹരണം ലാരീഹ ലഹാ, കാരക്ക മണത്തൂക്കിയാലും മണം ഉണ്ടാവൂല, പക്ഷേ അതിന്റെ രുചി നല്ല മധുരമാണ്. ഉള്ളിന്റെ ഉള്ളിൽ മൂമിനായ മനുഷ്യൻ നല്ലവനാണ്, പക്ഷേ ആ ഒരു നന്മ പ്രത്യക്ഷത്തിലേക്കും കൂടെ വരണമെങ്കിൽ അവൻ ഖുർആൻ ഓതണമെന്ന് മുഹമ്മദുനിൽ മുസ്തഫ. വമസലുൽ മുനാഫിഖില്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ നാവുകൊണ്ട് പാരായണം ചെയ്യുന്ന, പ്രത്യക്ഷത്തിൽ ഖുർആൻ ഓതുന്ന, ഉള്ളിൽ നിഫാഖ് ഒളിപ്പിച്ചു വെച്ച കപടനായ മനുഷ്യന്റെ ഉദാഹരണം കമസലി റൈഹാന, റൈഹാനത്ത് പോലെയാണ്, യർജാൻ ചെടി പോലെയാണ്. റീഹുഹാ ത്വയ്യിബുൻ വത്വഉമുഹാ മുർറ, അതിന്റെ വാസന അത് നല്ലതായിരിക്കും, പക്ഷേ അതിന്റെ രുചി കയ്പായിരിക്കും. അപ്പൊ ഖുർആൻ ഓതുന്നുണ്ട്, അപ്പോ പ്രത്യക്ഷത്തിൽ നല്ല മനുഷ്യനാണ് എന്ന് വിലയിരുത്തപ്പെടും. പക്ഷെ ഉള്ളിലേക്ക് ചെന്നാൽ അത് ഇർജാഞ്ചടി പോലെ ആയിരിക്കും. മണത്താ നല്ല മണം ഉണ്ടാവും, നല്ല സുഗന്ധം ഉണ്ടാകും, പക്ഷെ തിന്നാ കയ്പായിരിക്കും. വമസലുൽ മുനാഫിഖില്ലദീ ലാ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത കപടൻ, ഉള്ളും മോശാണ് പുറവും മോശാണ്. അവൻ കമസലിൽ ഹംഗല, ഹംബലത്ത് പോലെയാണ്, ആട്ടങ്ങ പോലെയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ലൈസ ലഹാ റീഹുൻ വതുഅമുഹാ മുർറ, അതിന് മണമില്ല, ഉള്ള രുചിയാണെങ്കിൽ നല്ല കയ്പുമാണ്. റവാഹു നസായി, ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ ഖുർആൻ ഓതാൻ എല്ലാവരും ശ്രമിക്കുക. ആ ഒരു പണിയാണ് ഇവിടെ നടത്തുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പ്രായമുള്ള ആളുകൾക്ക് പോലും ഖുർആൻ പഠിപ്പിക്കുന്നു തങ്ങൾ ഉസ്താദ്, അതൊരു വലിയ സംഭവമല്ലേ. എന്നിട്ട് ഓരോ ബാച്ച് ഖുർആൻ ഓതാൻ പഠിച്ചിറങ്ങുന്നു. കാരണം തജ്വീദ് നിയമം അനുസരിച്ച് വേണം ഖുർആൻ ഓതാൻ. വേറെ ഒന്നിനും ഇങ്ങനെ ഒരു നിയമം പാലിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ ഓതുമ്പം നീട്ടേണ്ടടുത്ത് നീട്ടണം, മണിക്കേണ്ടടുത്ത് മണിക്കണം, നിർത്തേണ്ടടുത്ത് നിർത്തണം, കൂട്ടി വായിക്കേണ്ടടുത്ത് കൂട്ടി വായിക്കണം. ചില അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ അത് അതിൻ്റെതായ കോലത്തിലും രൂപത്തിലും വരണം. അത് നമ്മൾ എങ്ങനെ പഠിച്ചാലും പിന്നെയും പോരായ്മ ഉണ്ടാവും. എത്ര വലിയ ആളായാലും നല്ല ഒരു ഹാസിബിന്റെ മുമ്പിൽ ഇരുന്ന് ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തീർത്തെടുക്കുക വലിയ കാര്യമാണ്. തജ്വീദ് പഠിക്കണം. പാരായണ രീതി ശാസ്ത്രപ്രകാരം ഖുർആൻ ഓതുക എന്നത് വളരെ നല്ല സംഗതിയാണ്. ആ നിയമം പാലിക്കുന്നതോടൊപ്പം ശൈലിയും കൂടെ ഭംഗിയാക്കണം. ശബ്ദം, ഒരു പരുക്കൻ ശബ്ദത്തിലും നിയമം പാലിച്ചുകൊണ്ട് ഓതാൻ പറ്റും. എന്നാൽ ശബ്ദമൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് മധുരമായ സൗണ്ടിൽ നിയമം പാലിച്ച് ഓതിയാലോ കേട്ടങ്ങനെ ഇരുന്നു പോകും. ശബ്ദം നന്നാക്കണം ഖുർആൻ ഓതുമ്പോ. സയ്യിനൂ അസ്വാതകും ബിൽ ഖുർആൻ സ്വദഖ റസൂലുള്ളാഹി. ഖുർആൻ ഓതുമ്പോൾ നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ വളരെ സ്വീറ്റ് ആക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഔഷധമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഖുർആൻ നല്ല ഒരു സിദ്ധൌഷധമാണ്. ഖുർആനിനോളം നല്ല ഒരു സിദ്ധൌഷധം വേറെ കിട്ടാനില്ല. മനസ്സിന്റെ ഉള്ളിലെ വേദനകൾക്കുള്ള മരുന്നാണ് ഖുർആൻ. വിഷാദത്തിന്റെയും ആശങ്കയുടെയും ഇരുട്ടകറ്റുന്ന പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലാം
വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസറാ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഇതാ അവതരിപ്പിക്കുന്നു. പടച്ചോൻ പറയാണ്, മാ ഹുവ ശിഫാഉൻ, സിദ്ധ ഔഷധമായ ചില വചനങ്ങൾ. അത് ശിഫാ ആണ്, അത് സിദ്ധ ഔഷധമാണ്, മരുന്നാണത്, മെഡിസിൻ ആണത്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സിദ്ധൌഷധമാണ്. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ, കരുണയുമാണ്. ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യവും സിദ്ധൌഷധവുമായ വിശുദ്ധ ഖുർആൻ നമ്മൾ അവതരിപ്പിക്കുന്നു. ഖുർആനിലെ വചനങ്ങൾ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. എന്നാൽ ഇതേ ഖുർആൻ അക്രമികളുടെ മുമ്പിലെത്തുമ്പോൾ അവർക്ക് നാശം മാത്രമേ, പരാജയം മാത്രമേ അത് വർദ്ധിപ്പിക്കുകയുള്ളൂ. അതെന്തേ അങ്ങനെ? ഒരേ സാധനം, ഒരു കൂട്ടർക്ക് മെഡിസിൻ, ഒരു കൂട്ടർക്ക് അനുഗ്രഹം, വേറൊരു കൂട്ടർക്ക് പരാജയവും നഷ്ടവും. അങ്ങനെ ഉണ്ടാവും ഒരു സാധനം. നമ്മൾ അങ്ങനെ ഒന്ന് വിലയിരുത്തുക. ഖുർആൻ പറഞ്ഞു അത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസറാ. സൂറത്തുൽ ഇസ്രാ 82. അപ്പൊ ഈ സൂറത്തുൽ ഇസ്രായിന്റെ ഈ ആയത്തിൽ എന്താ ഈ പറഞ്ഞത്? അങ്ങനെ ഒരു സാധനം ഉണ്ടാകുമോ? ഇപ്പൊ ഒരു സാധനം മരുന്നാണ് എന്ന് പറഞ്ഞാൽ അത് എനിക്കും മരുന്നാ, നിങ്ങൾക്കും മരുന്നാണ്. ഒരു കൂട്ടർക്ക് മരുന്ന്, ഒരു കൂട്ടർക്ക് മരുന്നല്ലാതെ നിൽക്കുന്നത് എങ്ങനെയാണ്? അത് സ്വീകരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥക്കനുസരിച്ചാണ് അതിൻ്റെ ഔഷധവീര്യവും അതിൻ്റെ ഗുണവും അതിൻ്റെ വിജയവും ഒക്കെ നമുക്ക് തീരുമാനിക്കാനാവുക. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാപ്പിള്, നല്ല രുചിയുള്ള ഒരു കഷ്ണമാ ഒരു ആപ്പിള്. ഒറ്റ ആപ്പിള് അതങ്ങ് കഷ്ണിച്ചു, 4 കഷ്ണാക്കി, നടുക്ക് വെട്ടി, പിന്നെ ആ 2 കഷ്ണങ്ങൾ ആഫാക്കി. 4 കഷ്ണവും ഒറ്റ ആപ്പിളിലെ 4 കഷ്ണവും ഒരു രുചിയാവൂലേ? ഒരു രുചിയായിരിക്കുമല്ലോ അതിനുണ്ടാവുക. എന്നിട്ട് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാത്ത നിങ്ങളെ കയ്യിൽ ഞാനിത് തിന്നു. രുചിയുടെ എക്സ്പ്രഷൻ നിങ്ങളുടെ മുഖത്ത് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളത് കടിച്ചു. നല്ല മധുരമുള്ള, പൊടിയുള്ള, മധുരമുള്ള ആപ്പിള. നിങ്ങളതങ്ങ് കടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു, ഹാ സൂപ്പർ എന്ന് പറഞ്ഞു. തൊട്ടടുത്തുണ്ട് വേറൊരാൾ, അയാൾക്ക് ഞാൻ കൊടുത്തു. അതിലെ തന്നെ ഒരു കഷ്ണ കൊടുത്തത്, കഷ്ണം മാറ്റിയിട്ടില്ല. വേറെ ആപ്പിൾ എടുത്തിട്ടല്ല. ഈ ആപ്പിളും മധുരമുള്ളതാണ്. പക്ഷേ ഈ കൊടുക്കണ കക്ഷി 2 ആഴ്ചയായി ടൈഫോയിഡ് ആയിട്ട് പനിച്ച് കിടക്കുക. അയാൾക്ക് കൊടുത്തു, കടിക്കൂ, രുചി പറയൂ എന്ന് പറഞ്ഞു. അയാള് കടിച്ചിട്ട് കഴിക്കുന്നെന്ന് പറയും. ഇതിന്റെ ഉത്തരം എന്താ? എന്തേ ഒരാൾക്ക് ആപ്പിൾ കഴിച്ചു, ഒരാൾക്ക് എന്തേ ആപ്പിൾ മധുരിച്ചു? അപ്പോ തിന്നുന്നവന്റെ ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നിൽക്കുന്നത്. ഈമാനുള്ള കൽബുകൾക്ക് മധുരിക്കും, അവർക്ക് മെഡിസിനായി പ്രവർത്തിക്കും, വർക്കൗട്ട് ചെയ്യും. അതേസമയം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരോഗ്യമില്ലാത്ത കൽബ്, കുഫറും നിഫാഖുള്ള കൽബ്, കുഫറും നിഫാഖുള്ള കൽബില് ഈ വിശുദ്ധ ഖുർആന്റെ മധുരം എത്തൂല. വിശുദ്ധ ഖുർആന്റെ മധുരത്തൂല. അതുകൊണ്ടാ പറഞ്ഞത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. സ്വന്തത്തെ ദ്രോഹിച്ച, സ്വന്തത്തോട് അധികപ്പറ്റുകൾ ചെയ്ത ആളുകള്, അവർക്ക് ഈ ഖുർആനിലെ ഓരോ വചനം കൊണ്ടും പരാജയം വർദ്ധിക്കുകയേ ഉള്ളൂ. അവർക്ക് ശമനം കിട്ടൂല, അവർക്കൊരു റഹ്മത്തും ഇതുകൊണ്ട് കിട്ടുകയില്ല. അപ്പൊ അതാണ് അതിന്റെ സത്യം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് വളർച്ച വേണം. ഖുർആൻ ദിനേന പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, ഒരു പേജ് കഴിയില്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിയില്ലെങ്കിൽ ഒരു പേജെങ്കിലും എന്നും ഓതുന്ന ഒരു ശീലം ഉണ്ടാവണം. നല്ല ശബ്ദത്തോടെ പാരായണം ചെയ്യുക, തജ്വീദ് പഠിച്ച് മനസ്സിലാക്കി കുട്ടികളെ, നമ്മുടെ വീട്ടിലെ കുട്ടികളെ, കുടുംബത്തെയൊക്കെ പാരായണത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക.
ഖുർആൻ വീട്ടിൽ എന്ന് ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിറയും, പ്രകാശം പകരും, പിശാചുക്കൾ ആ വീട്ടിൽ നിന്ന് പിൻവാങ്ങും. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംഫിറു ശൈത്താൻ മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹിൽ ബഖറ. അൽ ബഖറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീടുകൾ അത്തരത്തിലുള്ള വീടുകളാവണ്ടേ. അതുകൊണ്ടായിരിക്കും ഈ പഴയ കാലത്തൊക്കെ ഉസ്താദുമാര് വീട്ടിൽ കടന്നിരിക്കുന്ന സമയത്തൊക്കെ ആ അൽബഖറയുടെ കുറഞ്ഞ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ബറക്കത്തിന് ഓതാറുണ്ടായിരുന്നു. കാരണം അൽബഖറ ഓതുന്ന വീട്ടിൽ പിശാചു വരൂല എന്നാണ്. കേട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തിയാക്കണം. ഖുർആൻ ഓതുന്ന മനുഷ്യൻ ഒരു നഷ്ടം വരാനില്ല. നാളെ എത്രയാണോ ഇവൻ ഖുർആൻ ഓതിയത് അതിനനുസരിച്ചാണ് പരലോകത്ത് അവന്റെ സ്റ്റെപ്പ് വർദ്ധിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഓതുന്നയാളോട് യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആന്റെ ആളോട് നാളെ പരലോകത്ത് വെച്ച് പറയുന്ന മനോഹരമായ ഒരു പ്രഖ്യാപനമുണ്ട്. ഇഖ്റ വർഖ, ഇഖ്റ വർഖ, ഇഖ്റ വർഖ, ഇഖ്റ വർഖ. വേറെ റിപ്പോർട്ടിൽ കാണാം ഇഖ്റ വർത്തഖി. രണ്ടും അർത്ഥം തന്നെയാണ്. ഇഖ്റ വർഖ, ഓദിക്കോ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറിക്കോ, ഓദിക്കോ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറിക്കോ. ഖുർആൻ എത്രമാത്രം ഓതിയിരുന്നോ ദുനിയാവിൽ നിന്ന്, ആ ഖുർആൻ മുഴുവനും അവന് ഹിഫ്ളാവുകയാണ് അവിടെ. എന്നിട്ട് അവൻ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഒരായത്ത് ഓതിയ ഒരു സ്റ്റെപ്പ് അടുക്കും, പിന്നെ അടുത്ത ആയത്ത് ഓതിയ അടുത്ത സ്റ്റെപ്പ് കയറും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ഉന്നത ദറജ എത്രയായിരിക്കും ഖുർആൻ കൂടുതൽ ഓതുന്ന മനുഷ്യന്. സുബ്ഹാന മൻ ജല്ല ജലാലു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിപ്പിച്ചെടുത്ത വിപ്ലവം, ഖുർആനിക വിപ്ലവം മൂന്നാണ്. തിലാവത്തുൽ ഖുർആൻ, ദിറാസത്തുൽ ഖുർആൻ, ഇമാമത്തുൽ ഖുർആൻ. അതിൽ നമ്പർ 1 ആണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് ഖുർആന്റെ ആശയ പഠനമാണ്. അതിനാണ് ദർസ് നടത്തുന്നത്. ദർസ് നടത്തുന്ന അതിനാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നീണ്ട കാലം ഉള്ളാളത്തൊക്കെ ദർസ് നടത്തി എന്ന് പറഞ്ഞു. ഈ ദർസ് നടത്തുന്നതിലൂടെ എന്താ അവർ പഠിപ്പിച്ചത്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പൊക്കെ എത്ര കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഖുർആന്റെ ആശയങ്ങളാണ് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഫിഖ് ആണെങ്കിലും ഹദീസ് ആണെങ്കിലും തഫ്സീർ ആണെങ്കിലും ഇനി താരീഖുകളാണെങ്കിലും ശരിയായ ചരിത്രങ്ങളാണെങ്കിലും ഇമാമിങ്ങളുടെ തർജമകളാണെങ്കിലും എല്ലാം പഠിപ്പിക്കുന്നത് ഖുർആന്റെ ആശയങ്ങളാണ്. ഖുർആന്റെ ആശയ പഠനമാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ ദൗത്യം മുത്തുനബിയെ ഏൽപ്പിച്ചത് അതാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഖുർആന്റെ ടീച്ചിങ് ആണ്. അതിന്റെ ആശയ പഠനം പഠിപ്പിക്കണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗനിർദ്ദേശ പുസ്തകമാണ്. ഓതാനുള്ളത് മാത്രമല്ല, പഠിക്കാനുള്ളതും കൂടിയാണ് ഖുർആൻ. പഠിക്കാനുള്ളതും കൂടെയാണ് ഖുർആൻ. ഖുർആൻ ഒരു അധ്യാപകനാണ്, യാതൊരു സംശയവുമില്ല. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്, എന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക് നിങ്ങൾ ഖുർആൻ ഓതി വഅദ് പറഞ്ഞു കൊടുക്കൂ. അതാ പഴയ കാലത്തെ വഅദ് പറയുമ്പോൾ ഒരായത്തും ഹദീസും ഒക്കെ ഉണ്ടാവുകയില്ലേ. ഖുർആൻ ഓതി വഅദ് പറഞ്ഞ വലിയ മാറ്റങ്ങളാണ്. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പറഞ്ഞതുപോലെ 25 കൊല്ലമായി ഒരു ചെറിയ ഖാദിമായി, വിശുദ്ധ ഖുർആന്റെ ഖാദിമായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്കെന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കാൻ വക നൽകിയിട്ടുണ്ട്. കാരണം ഈ സാധാരണക്കാർക്ക് ഖുർആന്റെ ആശയങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്താൽ മരണാനന്തര ജീവിതം, സ്വർഗം, നരകം, ഹിസാബ്, ഇതൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താൽ ഓരോ സൂറത്തുകളും ഓതുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം, സൂറത്തുൽ വാഖിയ ഓതിയാൽ, സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അതിനൊക്കെ കിട്ടുന്ന ലാഭം പഠിപ്പിച്ചു കൊടുത്താൽ സാധാരണക്കാർ വിടൂല. അത് അവരങ്ങനെ അങ്ങോട്ട് പകർത്തും ജീവിതത്തിൽ. അത് കണ്ട് നമുക്ക് ഇങ്ങനെ സന്തോഷിച്ചിരിക്കാൻ പറ്റും. മനുഷ്യന്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന ദിവ്യപ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. യാതൊരു സംശയവുമില്ല. അതിന് വിശുദ്ധ ഖുർആന്റെ ആശയ പഠനവും വേണം. അതുകൊണ്ടാണ് പഴയകാലത്തെ ഉസ്താദുമാരൊക്കെ അത് പഠിച്ചവരാ.
പക്ഷേ സാധാരണക്കാർക്ക് അത് പഠിപ്പിക്കാൻ ഒരു വേദി, അത് ഫിഖ്ഹിന്റെ ക്ലാസ്സുകളായിരുന്നു, അല്ലെങ്കിൽ മറ്റു വയോജന വേദികള്, മസ്അല ക്ലാസ്സുകള്, അതൊക്കെ ഖുർആന്റെ ആശയം തന്നെയാണ് ആ പഠിപ്പിക്കുന്നത്. ഇനി ഖുർആൻ തന്നെ വഴലിനുപയോഗിക്കുന്ന ഖുർആനിക ആയത്തുകൾ തന്നെ സാധാരണക്കാർക്ക് പഠിപ്പിക്കണം. അതിനാണ് അന്ന് വഴല് പറഞ്ഞു കൊടുത്തിരുന്നത്. ഖുർആനും ഇപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹന്റെ ഒരു പൂർണ്ണമായ അർത്ഥം നമുക്ക് ആർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാലും ഒരു ലളിതമായ അർത്ഥം, ഒരു ഉദ്ദേശ്യം, നമ്മൾ നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു സൂറകളുടെ ആശയങ്ങൾ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും പറയുന്നില്ലേ? തദബ്ബുറുൽ മഅനയോട് കൂടെ ഓതണം. ഈ തദബ്ബുറുൽ മഅനയോട് കൂടെ ഓതണം. അത് സുന്നത്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് അദബാണെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആശയം പഠിക്കാതെ അത് സാധ്യമാണോ? ഇല്ല. ഞാൻ ഇപ്പോഴും ആലോചിക്കും, എൻ്റെ ചെറുവാടിയിലെ വലിയ ഒരു പ്രഭാഷണ വേദിയുണ്ട്. ആ വേദിയിൽ 3 തവണ താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ വന്ന് ഒരു തവണ 1 മണിക്കൂർ പ്രഭാഷണം കേട്ടിരുന്നു. പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ആ വയല് പറഞ്ഞ മൂല്യരട്ടിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഞാൻ ആകെ വിറച്ചുപോയി. കാരണം താജുൽ ഉലമ അല്ലേ വിളിക്കണത്. 1 മണിക്കൂർ പ്രസംഗം കേട്ടിരുന്നതിന്റെ ശേഷം താജുൽ ഉലമ വിളിക്കുമ്പോൾ നമുക്ക് വിറക്കുമല്ലോ. പഠിച്ചോനെ എന്തോ അബദ്ധങ്ങൾ വന്നു പോയോ സംസാരത്തിൽ. സദസ്സിലിരുന്നിരുന്നു. ഞാൻ വേഗം ദ്വാരക്കാൻ വേണ്ടി മൈക്ക് കൊടുത്തു. തങ്ങൾ പാപ്പ പൊയ്ക്കോളി എന്ന് പറഞ്ഞപ്പോൾ അല്ല, ഞാൻ വയല് കേൾക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാ ഇരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഖുർആൻ ഓതി വയല് പറയണം. അന്ന് തങ്ങളിപ്പാപ്പ പറഞ്ഞതാ, പത്രം വായിച്ചല്ല വയല് പറയേണ്ട, ഖുർആൻ ഓതി വയല് പറയണം. ശാസ്ത്രം പറയേണ്ടതും അതൊക്കെ ഞമ്മക്ക് അറിയുന്നു വരുത്താൻ മാത്രം പറഞ്ഞാൽ മതി. തങ്ങളിപ്പാപ്പ പറഞ്ഞാണ്, ഖുർആനാണ് ഈ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇരിക്കവിടെ എന്ന് പറഞ്ഞു. തല ആ മടിയിലേക്ക് വെക്കാൻ പറഞ്ഞു. മന്ത്രി ചോദി തന്നു. അന്ന് ഒരു 500 രൂപ നോട്ട് എടുത്തിട്ട് എനിക്ക് ബറക്കത്തിന് തോന്നുന്നു. 500 പിൻവലിച്ചെങ്കിലും എൻ്റെ പേഴ്സിൽ ഇപ്പോഴും അതുണ്ട്. ഞാനത് ഒഴിവാക്കിയിട്ടില്ല. അതെന്നാണോ നമ്മളെ പോക്കറ്റിലെത്തിയത് അന്ന് മുതൽ പിന്നെ സാമ്പത്തിക പ്രയാസം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ സത്യം, എൻ്റെ ജീവിതത്തിലെ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഒരു ഞെരുക്കെന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ല. അത് അതുപോലെ സൂക്ഷിച്ചതാണ്. അള്ളാഹു നമുക്കൊക്കെ നാളെ താജുൽ ഉലമ തങ്ങളോടൊപ്പം മുത്തുനബിയുടെ ചാരത്ത് ഈ പേരക്കുട്ടികളോടൊപ്പം അള്ളാഹു നമുക്കൊക്കെ ഒത്തുകൂടാൻ തൗഫീഖ് നൽകട്ടെ. യാ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യണമെങ്കിൽ ആശയ പഠനം നിർബന്ധമാണ്. അതാണ് ഖുർആൻ ആശയ പഠനം നടക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന വയലുകള്, ക്ലാസ്സുകള്, ദർസുകള്, അതൊക്കെ അതാണ്. ഇനി അതിനേതിനാണ് കൂടുതൽ മഹത്വം? ഒരാൾ ഖുർആൻ ഓതി ഇങ്ങനെ ഇരിക്കുകയാണ് 24 hours, 24 മണിക്കൂറും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലേതാ അഫ്ളൽ? അതൊരു ചോദ്യമാണല്ലോ. രണ്ടും നല്ല പണിയാണ്. പക്ഷേ ആശയ പഠനത്തിനാണ് കൂടുതൽ ശ്രേഷ്ഠത. എന്നാൽ രണ്ടും മോശമല്ല. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നടത്തുന്ന ഈ ഒരു വേദി എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. മുത്തുനബി തീർത്ത 3 ഹിദ്മകളാ. അത് ഖുർആൻ കൊണ്ട് നടത്തിയ 3 വിപ്ലവങ്ങളാ. ആ 3 വിപ്ലവങ്ങളിൽ ഒന്നാമത്തെ വിപ്ലവം അത് പ്രായമുള്ള ആളുകൾക്ക് വയോജന ക്ലാസ്സിലൂടെ സാധിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവരിവിടെ നിന്ന് ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നു എന്ന് പറയുമ്പം ഏതൊരു മുസ്ലിമിന്റെ ഹൃദയത്തിന് ആ സന്തോഷമല്ലാതിരിക്കുക? അള്ളാഹു മുത്തുനബിയുടെ ചാരത്തെത്താൻ ഈ ഒരൊറ്റ അമല് അള്ളാഹു കാരണാക്കി കൊടുക്കട്ടെ. ഉസ്താദിനും കുട്ടികൾക്കും എല്ലാവർക്കും അള്ളാഹു അത് കാരണാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ മിൻ ബഅദി ഹുജരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഹബീബിന്റെ ഒരു വീട്ടിൽ നിന്നും പുറത്തു വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീന പള്ളിയോട് ചേർന്ന് തന്നെ കുറേ റൂമുകൾ ഉണ്ടായിരുന്നു. ബഹുഭാര്യത്തുള്ള ആളായതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ വീടുകൾ. അപ്പോൾ ഒരു ഭാര്യന്റെ അടുത്തുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് വന്ന് പള്ളിയിലേക്ക് കടന്നപ്പോൾ തങ്ങൾ കാണുകയാണ് ആ മൂലയിൽ ഒരു ഹൽക്ക. അവിടെ കുറച്ച് ആളുകൾ വട്ടട്ടിരുന്ന് എന്തോ പണിയുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ ഒരു ഹൽക്ക ഇവിടെയുണ്ട്, ഒരു ഹൽക്ക അവിടെയുണ്ട്. റസൂലുള്ള പള്ളിക്ക് വന്ന് കിടക്കുമ്പോൾ ഒരു മൂലയിൽ ഒരു വട്ടം ആളുകളുണ്ട്, മറ്റേ മൂലയിൽ വേറൊരു വട്ടം ആളുകളുണ്ട്.
ഇഹ്ദാഹുമാ യഖ്റഊനൽ ഖുർആൻ. അതിൽ ഒരു വട്ടം എന്താ ചെയ്യുന്നത്? ഒരു ഹൽക്ക, ഒരു ടീം ഇവരിങ്ങനെ വട്ടട്ട് ഇരുന്നിട്ട് ഇവർക്ക് എന്താ പണി? ഖുർആൻ ഓതുകയാണ്. അവർ ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് ഓരോരുത്തരും ഓതുമ്പോൾ മറ്റുള്ളവർ കേട്ടിരിക്കുന്നു. അതിൽ വന്ന തെറ്റും ശരിയൊക്കെ വിവരമുള്ളവർ ഉണർത്തി കൊടുക്കുന്നു. അവിടെ അങ്ങനെയല്ല, കുറച്ചും കൂടെ നീട്ടണം, കുറച്ചും കൂടെ മണിക്കണം, അല്ലെ? ഹിസ്ബ് ക്ലാസ് എന്ന് പറയാം നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ. അതാണ് അവിടെ നടക്കുന്നത്. ഖുർആൻ ചർച്ച ചെയ്ത് ഓതിപ്പടിക്കുന്നു. അത് കഴിഞ്ഞതിന്റെ ശേഷം അവസാനം ദുആ ചെയ്യും. ഇതാണ് ആ സദസ്സിൽ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിങ്ങനെ നോക്കി എന്താ പണി. അപ്പൊ അവിടുത്തെ ചർച്ച അതാണ്. ഇപ്പുറത്തെ ഹൽക്കയിലുള്ള ചർച്ച അവരൊരു ആയത്ത് ഓതുന്നു, അതിന്റെ ആശയം പറയുന്നു, തഫ്സീറുകൾ പറയുകയാണ്, പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്, ഇൽമ് പഠിപ്പിക്കുകയാണ്. ഖുർആന്റെ ആശയ പഠനമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്, ഖുർആന്റെ പാരായണമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നിട്ട് നടുക്കവിടെ നിന്നു. രണ്ട് സദസ്സിലേക്കും പോയില്ല, നടുക്കവിടെ നിന്നിട്ട് ഫഖാല സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുൻ അലാ ഖൈർ, കുല്ലുൻ അലാ ഖൈർ. രണ്ട് സദസ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. കുല്ലുൻ അലാ ഖൈർ, രണ്ടും ഗുണകരമായ സദസ്സാണ്. ഒരു സദസ്സും മോശമല്ലട്ടോ, ഇതു ഉഷാറാണ്, ഇതു ഉഷാറാണ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു, ഹൗലായി യഖ്റഊനൽ ഖുർആൻ വയദഊന അല്ലാഹ്. ഇവര് ഖുർആൻ ഓതി അല്ലാഹുവിനോട് ദുആരക്കുന്നു. ഫഇൻഷാ അഅതാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ ആ ചോദിച്ചത് അവർക്ക് അല്ലാഹു കൊടുക്കും. വഇൻഷാ മനഅഹും, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കൂല. വഹൗലായി യതഅല്ലമൂന വയുഅല്ലിമൂൻ, ഇവർ ഇൽമ പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് തൽക്കാലം വഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, എന്നെ ഈ ഖുർആന്റെ ആശയങ്ങൾ പഠിപ്പിക്കാനും കൂടെയാണല്ലോ പടച്ചോൻ പറഞ്ഞയച്ചത് മുഅല്ലിമായിട്ട് എന്ന് പറഞ്ഞ് ഫജലസ മഅഹും, ആ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി ഇരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അഫ്ളലത എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ പഴയ ഉസ്താദുമാരൊക്കെ ദർസ് നടത്തുന്നതിൽ സജീവ ശ്രദ്ധ കാണിച്ചത്. ഓക്കെ ഉസ്താദ് താജുൽ ഉലമ, എംഎ ഉസ്താദ്, ഇവരൊക്കെ പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഉസ്താദുമാരും തങ്ങന്മാരും ഒക്കെ അങ്ങനെയാണ്. പഠിക്കലും പഠിപ്പിക്കലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹരമാണ്. അള്ളാഹു നമുക്കും അത് ഹരാക്കി തരട്ടെ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മദീന പള്ളിയിലെ ഈ രണ്ട് ഹൽക്കകളെ കുറിച്ച്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടിനെ പറ്റിയും പറഞ്ഞ കമന്റുകളും അത് രണ്ടും ഈ ഹദീസിലുണ്ട്. ഇനി ആശയ പഠനം നടത്തിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? 8:20 പ്രസംഗം നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്, ബേജാറാവണ്ട, അവിടെ നിർത്തും. ജീവിത ത്യാഗങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ജീവിതത്തിൽ വലിയ വലിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതിന് ഉത്തരം കിട്ടും ഖുർആനിൽ നിന്ന്, ഉറപ്പാണ്. എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്, ദുഃഖം എങ്ങനെ തരണം ചെയ്യും, സന്തോഷം അമിതാഹ്ലാദമാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം, ഇതൊക്കെ ഖുർആനിൽ നിന്ന് കിട്ടും. ഇതിന് ഖുർആന്റെ ആശയം പഠിക്കണം. ഹൃദയം ശുദ്ധമാകും. ഖുർആന്റെ ആശയം പഠിച്ചാൽ ഹൃദയശുദ്ധി ലഭിക്കും. പാപത്തിന്റെയും ഭ്രമത്തിന്റെയും ഭിത്തികൾ തകർന്ന് പൊളിഞ്ഞു വീഴും. ജീവിതത്തിന് ദിശ നിർണയിക്കപ്പെടും. ഈമാൻ വളർന്നുകൊണ്ടേയിരിക്കും, യാതൊരു സംശയവും ഇല്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഒരിക്കലും നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ. യാ അല്ലാ, ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈർ വരുത്തണേ അല്ലാ. സാധാരണ നിർത്താൻ പറയാറാണ്, 10 മിനിറ്റും കൂടെ അനുവദിച്ചു എന്നാണ് തങ്ങൾ അപ്പോൾ പറയുന്നത്. ഇൻഷാ അല്ലാ, എന്നാൽ നമുക്കൊരു 8:30 വരെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. 15 മിനിറ്റ്, 8:20 ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ കൃത്യം 8:30 പ്രസംഗം അവസാനിപ്പിക്കും. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇൽമ് പഠിക്കുക പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. അതിനുവേണ്ടി പൈസ കൊടുക്കുക, അതിനുവേണ്ടി ഇൽമ് പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകുക, ഇതൊന്നും വെറുതെ ആയി പോകില്ല.
വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വേറിട്ട ഒരു പുസ്തകമാണ്. അത് മറ്റു പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകമായിട്ട് വിശുദ്ധ ഖുർആനെ കാണരുത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മറ്റു പുസ്തകങ്ങൾ നമുക്ക് വിവരം നൽകും. പക്ഷേ ഖുർആൻ വിവരം നൽകുക മാത്രമല്ല, വഴി കാണിക്കുക കൂടി ചെയ്യും. ഖുർആൻ നമ്മുടെ ഗൈഡാണ്, ഗൈഡൻസ് നൽകുന്നു. ഹുദല്ലിൽ മുത്തഖീൻ, അതാണ് അതിന്റെ പ്രത്യേകത. സന്മാർഗം തെളിയിച്ചു തരും. മറ്റു പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കും, പക്ഷേ ഖുർആൻ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുക നമ്മളെ, മറിച്ച് നമ്മുടെ മനസ്സിനും ആത്മാവിനും മാറ്റം വരുത്തും. അത് ഖുർആന്റെ ഒരു ഇജാസാണ്. ഖുർആന്റെ ഒരു ഇജാസാണത്. വലിയൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മറ്റു പുസ്തകങ്ങൾ വായിച്ചു തീർന്നു, അല്ലെ? അങ്ങനെയല്ല ഉള്ളത്, വായിച്ചു തള്ളല, വായിച്ചു തീർന്നു. ഖുർആൻ നമ്മളങ്ങ് വായിച്ചു തീരുക എന്നല്ല, നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വായിക്കുന്നതെങ്കിൽ ആ ഖുർആൻ നമ്മെ ഇങ്ങോട്ട് സ്കാൻ ചെയ്യും, ഇങ്ങോട്ട് വായിക്കും നമ്മളെ. നമ്മളിലുള്ള വൃത്തികേടുകൾ എന്താണ്, നമ്മുടെ പോരായ്മകൾ എവിടെയാണ്, എവിടെയാണ് ഗ്രാഫ് കൂട്ടേണ്ടത്, എവിടെയാ ഗ്രാഫ് താഴ്ത്തേണ്ടത്. നന്മയുടെ ഗ്രാഫ് കൂട്ടാനുള്ളത് കൂട്ടും, തിന്മയുടേത് കുറക്കാനുള്ളത് കുറക്കും. അതൊക്കെയാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. അത് ഖുർആൻ നിരന്തരമായി നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന 5 ചോദ്യങ്ങൾ. അത് തീർച്ചയായിട്ടും ഖുർആന്റെ ആശയ പഠനം നടത്തുമ്പോൾ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. ഖുർആന്റെ ആശയ പഠനം നടത്തുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. 5 ചോദ്യങ്ങൾ ഖുർആൻ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനിലെ 6000 ചില്ലാനം വചനങ്ങൾ നിങ്ങൾ തിരിച്ചു മറിച്ചു നോക്കിയാൽ അതിൽ 5 ചോദ്യങ്ങൾ ആവർത്തിച്ചു വരും. ആരാണ് നീ? ആ ചോദ്യം വരും. ആരാണ് നീ? രണ്ടാമത്തേത്, എവിടെ നിന്നാ നീ വന്നത്? മൂന്നാമത്തേത്, ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? നാലാമത്തേത്, എന്തിനാണ് അവൻ ഇങ്ങോട്ട് അയച്ചത്? അഞ്ചാമത്തേത്, പര്യവസാനം എന്താണ്? ഇതിനുത്തരം കിട്ടിയാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തി. ഇതിനുത്തരം കിട്ടിയാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തി. അതിനൊന്നും വേണ്ട, സൂറത്തുൽ ഇൻസാൻ നോക്കിയാൽ മതി. മനുഷ്യൻ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ഇൻസാൻ. സൂറത്തു ദഹ്ർ എന്നും അതിന് പേരുണ്ട്. ആരാണ് നീ എന്ന ചോദ്യത്തിന്റെ ഉത്തരാണ്. ഒരു കാലത്ത് നീ പ്രസ്താവയോഗ്യമായിരുന്ന ഒരു സാധനം തന്നെ ആയിരുന്നില്ല, വട്ടപൂജയായിരുന്നു നീ. പറയാൻ പറ്റുന്ന ഒന്നും ആയിരുന്നില്ല. നമ്മൾ വാപ്പന്റെ ബീജായിരുന്നു, ഉമ്മയുടെ അണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയാണ്ടാവില്ലേ. പക്ഷെ അതിന്റെ മുമ്പ് എന്തായിരുന്നു? ഒന്നുമല്ല, മണ്ണായിരുന്നു. ആ മണ്ണിന്റെ മുമ്പ് എന്തായിരുന്നു? ഒന്നുമല്ലായിരുന്നു. അതാണ് ഉത്തരം. വട്ടപൂജത്തിൽ നിന്നാ നീ വന്നത്. പിന്നെ മണ്ണായി. ആ മണ്ണിൽ നിന്ന് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും വന്നു. അത് കഴിച്ചിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിന്റെ വാപ്പയുടെ ബീജമായി, ഉമ്മയുടെ അണ്ടമായി. ആ അണ്ടവും ബീജവും കൂടെ അല്ലാഹു തആല മിക്സ് ചെയ്തു. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. എന്നിട്ട് ബാപ്പയുടെ ബീജകണവുമായിട്ട് ഉമ്മയുടെ അണ്ടത്തെ കൂട്ടിക്കൊടച്ച് സിക്താണ്ഡത്തിൽ നിന്നും നിന്നെ നമ്മൾ സൃഷ്ടിച്ചു. നബ്തലീഹി, എന്തിനാണ്? ഈ ദുനിയാവെന്ന പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ നിങ്ങളെ വിട്ടിരിക്കുകയാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, കണ്ടു മനസ്സിലാക്കാനുള്ള കണ്ണും കേട്ടു മനസ്സിലാക്കാനുള്ള ചെവിയും നൽകി. ഇന്നാ ഹദൈനാഹു സബീൽ, നമ്മൾ നിനക്ക് 2 മാർഗങ്ങൾ കാണിച്ചു തന്നു. ഇതിലെ പോയാ സ്വർഗത്തേക്ക് പോകാ, ഈ റൂട്ട് സ്വീകരിച്ച നരകത്തിലേക്കും പോകാ. ഇനി ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറാ, വഴിയാണ് കാണിച്ചു തന്നിട്ട് അല്ലാഹു നിനക്ക് നിസ്കരിച്ച് ഖുർആൻ ഓതി നോമ്പ് നോറ്റ് ഹജ്ജ് ചെയ്ത് ഉമ്മാനും ബാപ്പാനും വെറുപ്പിക്കാതെ ഗുരുനാഥന്മാരെ ബഹുമാനിച്ച് സ്വർഗം നേടണമെങ്കിൽ അങ്ങനെ ആവാം. അല്ല, കള്ളു കുടിച്ച് വ്യഭിചരിച്ച് കുടുംബം മുറിച്ച് നിനക്ക് നരകത്ത് പോകണമെങ്കിൽ അങ്ങനെയാകാം. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, രണ്ടിനും പറ്റാവുന്ന രൂപത്തിൽ സ്വതന്ത്രമായി വിടുകയാണ്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നന്ദി പ്രകടിപ്പിച്ച് ജീവിക്കാം ഒന്നുകിൽ നിനക്ക്, അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കുന്നവനായിട്ടും ജീവിക്കാം. ഇനി വിശുദ്ധ ഖുർആൻ, ആ ഖുർആന്റെ 3ാമത്തെ ബാധ്യത ഇമാമത്തുൽ ഖുർആനാണ്. ലീഡർഷിപ്പ് ഖുർആന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവുക. ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവുക. അൽ ഖുർആനു ഇമാമീൻ. നിന്റെ കച്ചവടം എങ്ങനെ? അൽ ഖുർആനു ഇമാമീൻ. അതിന്റെ ഉത്തരം അതാണ്.
ഖുർആൻ പറഞ്ഞതുപോലെ ഞാൻ കച്ചവടം നടത്തും. നീ എങ്ങനെയാ കുടുംബജീവിതം നയിക്കുന്നത്? അൽ ഖുർആനു ഇമാമി, എന്റെ ലീഡർ ഖുർആനാണ്. ഖുർആൻ ലീഡ് ചെയ്യുന്നത് പോലെ ഞാൻ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ പറയാൻ കഴിയണം. ഖുർആൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും ദിശ നൽകുന്നു. വിശ്വാസം, കർമ്മം, സാമ്പത്തികം, കുടുംബം, അതുപോലെ തന്നെ മനുഷ്യാവകാശം, നീതി, ഇസ്സത്ത്, ഇതിനൊക്കെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഖുർആനുണ്ട്. ഇരുട്ടിൽ വെളിച്ചം കാണിക്കലാണ് ഒരു ലീഡറുടെ അനുയായിക്ക് വേണ്ടി. ഇരുളടഞ്ഞ വഴികളിൽ വെളിച്ചവുമായിട്ട് ഓടിയെത്തണം ഒരു ലീഡർ. ഖുർആൻ ഓടിയെത്തുന്നുണ്ടോ? കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഈ വിശുദ്ധ ഖുർആൻ. നബിയെ തങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് ആളുകളെ നയിക്കാൻ പറ്റും. ഇരുൾ മുറ്റിയ വഴികളിൽ നിങ്ങളുടെ ഉമ്മത്ത് തപ്പിത്തടയൂല. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റണം. പ്രതിസന്ധികളിൽ ലീഡർ വന്നിട്ട് പിടിച്ചു നിർത്തണം. ആത്മഹത്യയുടെ വക്കിലുള്ളവനെ അരുത് അരുത് എന്ന് പറയാൻ കഴിയണം. അവനാ ലീഡർ അല്ലേ? ആ ഒരു സംഭവം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഈ ഖുർആനിലൂടെ സാധിപ്പിച്ചെടുത്തു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഏത് പ്രയാസം ഉണ്ടായാലും ഖുർആൻ അവിടെ ഓടി വന്നിട്ട് പറയാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ആവർത്തിച്ച് പറയുന്നു. ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്ക് ജീവിതം അവസാനിപ്പിക്കല്ല. പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിൽക്കണം. ശത്രുക്കളിൽ നിന്ന് തന്റെ അനുയായിക്ക് സംരക്ഷണം നൽകലാണ് ഒരു യഥാർത്ഥ ലീഡർ വേണ്ടത്. അത് കൃത്യമായി സയ്യിദുനാ റസൂൽ വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുണ്ട്. ഫസയക്ഫീകഹും. ഖുർആൻ പറഞ്ഞു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. വിശുദ്ധ ഖുർആൻ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടമാണത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ലീഡറെയാണ്. ഖുർആൻ എന്ന ലീഡറെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വീടുകളിലെ അലമാരികളിൽ ഖുർആൻ ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ ഖുർആനില്ല. പുസ്തകശാലയിൽ ഖുർആൻ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഖുർആൻ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ലീഡർഷിപ്പ് നാം സോഷ്യൽ മീഡിയകൾക്ക് വിട്ടുകൊടുത്തു, ട്രെൻഡുകൾക്ക് വിട്ടുകൊടുത്തു, കൂട്ടുകാർക്ക് വിട്ടുകൊടുത്തു, ചുറ്റുപാടുകൾക്ക് വിട്ടുകൊടുത്തു, അവനവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വിട്ടുകൊടുത്തു. അവരൊക്കെ നയിക്കട്ടെ, എന്റെ ജീവിതം അവർ തീരുമാനിക്കും. എന്റെ ലൈഫ് സ്റ്റൈല്, എന്റെ ജീവിത സ്റ്റൈല് അത് എന്റെ പാർട്ടിയാ തീരുമാനിക്കുക എന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ തരം താഴുന്നു. അല്ല, എന്റെ ലൈഫ് സ്റ്റൈല് തീരുമാനിക്കേണ്ടത് ഖുർആനാണ്. അൽ ഖുർആനു ഇമാമി എന്ന് പറയാൻ പറ്റണം. നിങ്ങൾക്കറിയോ ഈ ഒരു ഖേദം നാളെ എവിടെയാണ് കൊണ്ടുപോയി ഒതുക്കുക? നമ്മൾ സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 30 വരെയുള്ള വാക്കുകൾ ഒന്ന് ഓതിയാൽ എനിക്കുറപ്പുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈ. വേണ്ടാത്തരം ചെയ്ത മനുഷ്യന്മാര്, അധികപ്പറ്റുകൾ ചെയ്ത് നരകത്തിൽ പോകുന്ന മനുഷ്യര് നാളെ പരലോകത്ത് വെച്ചവർ കൈകടിക്കും. അക്രമികളായ മനുഷ്യന്മാർ പരലോകത്ത് വെച്ച് അക്രമി കൈകടിക്കും. കൈകടിച്ചുകൊണ്ട് ഖൂലു അവൻ പറയും യാ ലൈതനി തഖദതു മഅർ റസൂലി സബീല, യാ ലൈതനി തഖദതു മഅർ റസൂലി സബീല. ഞാൻ എൻ്റെ മുത്തുനബിയോട് കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, അവലംബിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മുത്തുനബി പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, ഖുർആൻ പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ സംസ്കാരം എന്റെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ഇന്നവനെ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ആ മതനിഷേധിയെ, ആ യുക്തിവാദിയെ, ആ ദീനിനെ കളിയാക്കുന്നവനെ, ആ മുതലാളിയെ, ഭൗതിക പളപ്പിൽ പടച്ചോനെ മറന്നവനെ, റസൂലുള്ളാനെ മറന്നവനെ, അള്ളാഹുവിനെയും റസൂലിനെയും ഔലിയാക്കളെയും തരം താഴ്ത്തുന്നവനെ ഞാൻ എന്റെ ഫ്രണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് സത്യമായ ഉപദേശവും നിർദ്ദേശവും എന്റെ മദ്രസയിൽ നിന്ന് എന്റെ ഉസ്താദുമാർ പഠിപ്പിച്ചു, എന്റെ നാട്ടിലെ ഉസ്താദുമാർ പഠിപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയത്. അവൻ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ.
സത്യമായ സന്ദേശം എനിക്ക് കിട്ടിയിട്ടും പിന്നെയും എന്റെ കൂട്ടുകാരൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞു. ആ കൂട്ടുകാരനെ ഞാൻ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. പിശാച് മനുഷ്യനെ കൈയൊഴിക്കുന്നവനാണ്, കൈവിടുന്നവനാണ്, യാതൊരു സംശയവും വേണ്ട. ആ ഘട്ടത്തിൽ എല്ലാം ഇത് വിലപിച്ച് ഖേദിച്ചുകൊണ്ട് പരലോകത്ത് വെച്ച് ഇത് പറയുമ്പോൾ മുത്തുനബി അവിടെ ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ മുത്തുനബി പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു വിലാപമുണ്ട്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എൻ്റെ റബ്ബേ, എന്റെ ഉമ്മത്ത് ഈ ഖുർആൻ കൈയൊഴിച്ചല്ലോ. ഈ ഖുർആൻ കൈയൊഴിച്ചത് കൊണ്ടാണല്ലോ എന്റെ ഉമ്മത്തൊക്കെ ഇങ്ങനെ തകർന്നു പോയത് എന്ന് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു നിമിഷം പരലോകത്ത് വരാനുണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ ഖുർആൻ ഓതാൻ നോക്കണം, ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും നോക്കണം. അൽ ഖുർആനു ഇമാമി എന്ന് പറഞ്ഞ ശുദ്ധമായ പരിശുദ്ധമായ വ്യക്തി ജീവിതം നയിക്കാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെല്ലാവരും മുതിരണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ഒരിക്കലും നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് തീർത്ത 3 വിപ്ലവങ്ങളാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞത്. 1 തിലാവത്തുൽ ഖുർആൻ, 2 ദിറാസത്തുൽ ഖുർആൻ, 3 ഇമാമത്തുൽ ഖുർആൻ. അത് മുത്തുനബിയുടെ പേരക്കുട്ടിയായ തങ്ങളുപ്പാപ്പ നിർവഹിക്കുമ്പം നമ്മൾ ആത്മാർത്ഥമായി ദുആരക്കുക, പടച്ചോനെ ആ കരങ്ങൾക്ക് നീ ശക്തി പകരണേ അല്ലാ, നീ ശക്തി പകരണേ അല്ലാ, ശക്തി പകരണേ അല്ലാ. പടച്ചവനെ, ഈ വെളിച്ചം ഞങ്ങൾക്ക് എത്തിച്ചു തന്നത് ഞങ്ങളുടെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. ആ മുത്തുനബിയായിട്ടുള്ള ബന്ധാണ് ഞങ്ങളുടെ എല്ലാറ്റിന്റെയും അസ്ല്. അതില്ലെങ്കിൽ എല്ലാം തകർന്നു. റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് സ്വപ്നത്തിലൊന്ന് കണ്ട് ഉള്ളു തെളിയാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. അതിനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. യാ അല്ലാ, നീ നൽകണേ അല്ലാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു ഉദ്ധരണി വായിച്ചപ്പോൾ സങ്കടമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, അരീക്കോട് മജ്മയിലെ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് മുത്തവല്ലിയിലെ വിദ്യാർത്ഥികൾക്ക് മുഅത്ത ഓതി കൊടുക്കുമ്പോൾ അത് ഷർഹ് സുർഖാനിക്ക് ഒരു ഷർഹുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്ത വിശദീകരിച്ചുകൊണ്ട് എഴുതിയ. അതിങ്ങനെ നോക്കിയപ്പോൾ അതിൽ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തർജമയുണ്ട്. തുടക്കത്തിൽ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അവിടെ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ നേരത്ത് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ മുസന്ന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മുസന്ന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ശിഷ്യനാണ്. വിളിച്ചിട്ട് പറഞ്ഞു, യാ മുസന്ന, പ്രിയപ്പെട്ട മുസന്ന, ഇന്ന് വരെ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പൊ പുറത്ത് വിടുകയാണ്, ഞാൻ മരിക്കുകയാണല്ലോ. ഇപ്പൊ പറയട്ടെ, മാ നിംതു ലൈലതൻ ഇല്ലാ വഖദ് റഅയ്തു ഫീഹാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ അർഹത ഉണ്ടോ കൂട്ടുകാരെ? കേൾക്കാൻ അർഹതയുണ്ടോ എനിക്കുങ്ങൾക്കത്? എന്തായി പറയണത്? മാലിക് ഇമാമ് ശിഷ്യനോട് പറയാം, മോനെ, ഒറ്റ രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഉറക്കം മുറുകിയ ഒരു രാത്രി മുത്തുനബിനെ സ്വപ്നം കാണാതെ ഞാൻ ഉണർന്നിട്ടില്ല. ഫുൾ ജീവിതം ഫുൾ അങ്ങനെയാണോ? നമ്മൾ അതിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. യാ അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഒരു മുബാറക്കായ രാത്രിയെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ഈ പേരക്കുട്ടികളൊക്കെ ബർക്കത്തുകൊണ്ട് തരണേ അല്ലാഹ്. ഹബീബുമായിട്ട് സംഗമിക്കുന്ന ഒരു രാവ് നൽകണേ അല്ലാഹ്. മുബാറക്കായ ഒരു രാത്രി നൽകണേ അല്ലാഹ്. നോക്ക് നിങ്ങൾ, അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പല മഹാന്മാരും റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറയണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നോക്ക് നിങ്ങൾ, മാലിക് തങ്ങൾ അവസാനം വരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് പറയുന്നത്? ഇന്നത്തെ ഈ കള്ള ശൈഖന്മാരുടെ ഒക്കെ വലിയൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണത്. കള്ള ശൈഖന്മാരെ പറ്റിയാ പറഞ്ഞിട്ടോ. യഥാർത്ഥ ശൈഖന്മാർ അവർ കണ്ടത് പറയും, അതിൽ പ്രശ്നമൊന്നുമില്ല. അതിന് ഇമാമിങ്ങളുടെ മാതൃകയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഈ കള്ള ശൈഖന്മാർ ശരിക്ക് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞ അനുയായികളെ പറ്റിക്കുന്ന കുറേ ആളുകളുണ്ട്. നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്.
അതിലൊക്കെയുള്ള സൂക്ഷ്മത വളരെ കരുതലോടെ വേണം നമ്മൾ ഓരോ വിഷയത്തിലും നാവ് വെക്കുമ്പം വെക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ബന്ധം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം സ്വലാത്ത് അധികരിപ്പിക്കലാണ്. ആ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക, ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. എന്നും കുറച്ച് സ്വലാത്തും ചൊല്ലാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞ് സമയം കഴിഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് 8:30 ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പഠിച്ചോനെ, ഞങ്ങൾ ചോദിക്കുന്ന ചെറിയ കലിമത്തുകൾ ഇത് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സംരംഭങ്ങളും യാ അല്ലാഹ് നീ വിജയിപ്പിക്കണേ അല്ലാഹ്, നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബിൻ്റെ ഒരു തിരുനോട്ടം അതിലേക്ക് നീ നൽകണേ അല്ലാഹ്. ഹബീബിൻ്റെ ചാരത്ത് നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. വേറെ സാദാത്യങ്ങൾ ഈ വേദിയിലുണ്ട്, അവർക്കൊക്കെ നീ വലിയ ഉയരങ്ങൾ നൽകണേ അല്ലാഹ്, വലിയ ഉയർച്ചകൾ നൽകണേ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നിത്യബന്ധം പുലർത്തി വിശുദ്ധ ഖുർആന്റെ ഉള്ളറകൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ എന്നും ഓതാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല നടപ്പിൽ നടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ ആശയ പഠനത്തിനുള്ള അവസരങ്ങൾ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സദസ്സ് പരിപൂർണമായി സയ്യിദ് അവറുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.